of today's celebration. Once again, ma'am, excuse me. നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. Can you do the countdown? 3, 2, എവിടെ എണ്ണതിലില്ല. 3, 2, 1 and here we go. എന്താണ് എനിക്ക് ജസ്റ്റ് ഒന്നുമില്ല. ആ മൂവിയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അങ്ങനെ പറയരുത്. എന്താണ് എക്സ്പീരിയൻസ്? നല്ല അങ്ങനെയല്ല. വാട്ട് ഇസ് എന്തെങ്കിലും ഒരു ചെറിയ ഒരു മെമ്മറി യു വുഡ് ലവ് ടു ഷെയർ വിത്ത് ദ പീപ്പിൾ ഹിയർ? ഓക്കേ, ശക്തിശ്രീ ഒരു പാട്ട് പാടിയായിരുന്നു. കോമലാത് മൈൻഡ് സെറ്റിംഗ് ആണ്. ഓക്കേ, അത്രേ ഉള്ളൂ. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് പെട്ടെന്ന് ഏതാണ്? നമ്മളൊക്കെ ഇങ്ങനെയാണല്ലോ പരിചയപ്പെടുന്നത്. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് ഒന്ന് ഈ റൗണ്ട് കഴിഞ്ഞ് തിരിച്ചു കൊണ്ട് വന്നാലോ? അപ്പോഴേക്കും സാർ എന്തെങ്കിലും ആലോചിച്ച് ഈ എക്സ്പീരിയൻസ് ഷോ അപ്പൊ ഇവിടെ താങ്ക് യു നല്ല ഉറക്കാനാണ് പറഞ്ഞത്. പ്ലീസ്. ഞാൻ ഇവരെ ആക്ച്വലി ഒരുപാട് നാളുകളായിട്ടുള്ള റിലേഷനാണ്. സാജിദിക്കയുടെ ഫസ്റ്റ് മൂവിയിൽ ഞാൻ ലാലേക്ക എന്ന സോങ് ചെയ്തിട്ടുണ്ട്. ഇത് വിമലും നീഹാലും ഞാനും കൂടി ചേർന്നിട്ടാണ് ഹബിലെ പാട്ടുകൾ ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാനായിരുന്നു. നീഹാല് 3 പാട്ടുകൾ, വിമല് 4 പാട്ടുകൾ, ബാക്കിയുള്ള പാട്ടുകൾ പാട്ടുകളൊക്കെ ഞാൻ ചെയ്തു. കൽബിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് അടുത്ത് നിൽക്കുന്നൊരു സിനിമയാണ്. ഞാൻ ഈ സിനിമയുടെ വെരി ഇനീഷ്യൽ സ്റ്റേജിൽ ആ സമയം തൊട്ട് 2015, 2016 തൊട്ട് ഞാൻ ഈ സിനിമയുമായി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. സാജിദിനൊരു ഭയങ്കര ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഇത് ഒരുപാട് കുറേ കാലഘട്ടം എടുത്തു ഇത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഫോമിലേക്ക് എത്താൻ. പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട, ഒരുപാട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത ഒരു മൂവിയാണ്. ഞാൻ ഇവിടെ വന്നിരുന്ന് ഇവര് പാട്ടൊക്കെ പാടുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ആലോചിക്കുന്നത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഇതിന്റെ ഫൈനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു എന്താ പറയാ, ഒരു അടുപ്പിച്ചൊരു 3-4 ദിവസം ഞാൻ കിടന്നുറങ്ങിയ ദിവസങ്ങളാണ് ഈ ദിവസം. എന്നിട്ട് ഒരു വർഷം മുമ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പോയൊരു പ്രോസസ്സായിരുന്നു ഹെൽപ്പ്. എന്നെ സംബന്ധിച്ച് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു സിനിമയും. ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. എനിവേ കുറച്ച് കാലത്തിന് ശേഷമാണെങ്കിലും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ആ സിനിമ എത്തിയതിൽ, ആളുകൾ സിനിമയെ പറ്റി സംസാരിക്കുന്നതിൽ, പാട്ടുകൾ ആൾക്കാർ കേട്ടു ഹിറ്റുകളായി നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷം. അതിനൊക്കെ ഒരു കാരണമായിട്ടുള്ളതും ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഓൺലൈൻ മീഡിയാസ് ആണ്. സോ നിങ്ങളോട് എല്ലാവരോടും ഒരു വലിയ നന്ദി. താങ്ക് യു. തുടർന്ന് ഇതുപോലെയുള്ള സിനിമകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. Thank you so much, sir. And ഇനി അടുത്ത ഒരാളെ വിളിക്കുമ്പോൾ I would love to tell you something. ഗോളം മൂവി കണ്ട സമയത്ത് ഒരിക്കലും നമ്മൾ ഇപ്പൊ എസ്പെഷ്യലി ഒരു കൊറോണയ്ക്ക് ശേഷം മലയാളികൾ ഒരു ഗുഡ് ഈവനിങ്. ആദ്യം ഹാപ്പി ന്യൂ ഇയർ. എനിക്ക് എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. ആക്ച്വലി ആദ്യം ഞാൻ കുറച്ച് നന്ദികളിൽ നിന്ന് തുടങ്ങാം. ആദ്യം ആൻഡ് മാം, സജീവ് സർ, ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ്, അവരോട് എനിക്ക് തീർത്ത കടപ്പാടുണ്ട്. അതേപോലെ തന്നെ ഫ്രാഗ്രൻ നേച്ചർ ഫിലിം ക്രിയേഷൻസ് എന്ന ബാനർ, ചിലപ്പോൾ ആ ബാനർ ഇല്ലായിരുന്നെങ്കിൽ ഈ പടം നടക്കാൻ കുറച്ചും കൂടി വൈകിപ്പോയേനെ. അപ്പോൾ ഈ ബാനറിനോടും ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സിനോടാണ് എനിക്ക് ആദ്യത്തെ എൻ്റെ നന്ദി രേഖപ്പെടുത്താനുള്ളത്. അത് കഴിഞ്ഞിട്ട് പ്രേക്ഷകര്, അതേപോലെ തന്നെ ഓൺലൈൻ മീഡിയാസ്, നിങ്ങളെ ഓൺലൈൻ മീഡിയാസ് പടത്തെ ഏറ്റെടുത്ത് ഒരു എന്താ പറയാ വാനോളം ഉയർത്തി എന്ന് പറയാം. അത്രയും ഞങ്ങളുടെ ആദ്യത്തെ സിനിമയെ ഇത്രയും ഉയർത്തി മുകളിലേക്ക് എത്തിച്ചു.
അതിന് ഒരു വലിയ താങ്ക് യു ഓൾ. പിന്നെ നിങ്ങളെല്ലാത്തിനും ഇവിടെ ഗോളം എന്ന് പറയുമ്പോൾ തന്നെ ഒരു അപ്രിസിയേഷൻ പോലെയാണ്. എപ്പോൾ ആ പേര് ഇടാനും എന്താ പറയുക, ഓരോ കമന്റ്സിനകത്താണെങ്കിലും ഓരോ പോസ്റ്റിനകത്താണെങ്കിലും ഞാൻ എടുത്ത് നോക്കിയെടുക്കും. അതിനകത്ത് കമന്റിൽ ഗോളമുണ്ടോ. അപ്പോൾ ഈ 2024 ഒരുപാട് സിനിമകൾ ഇറങ്ങി. എനിക്ക് 230 സിനിമ എന്തോ ഇറങ്ങി. അതിനകത്ത് 25 സിനിമയ്ക്കകത്ത് എത്തിപ്പെടാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയൊരു എന്താ പറയുക, വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നു. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ അറിയില്ല. എന്തായാലും എല്ലാവരോടും താങ്ക് യു പറയുന്നു. പിന്നെ രഞ്ജിത്ത് സജീവ്, എൻ്റെ ആദ്യത്തെ സിനിമയിലെ ആദ്യത്തെ ഹീറോ. എന്താ പറയുക, എല്ലാവരോടും താങ്ക് യു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ്. താങ്ക് യു സോ മച്ച്. ഇനി അടുത്തതായിട്ട് സംസാരിക്കുന്ന ഒരാള് നാഷണൽ അവാർഡ് ആട്ടം സിനിമയുടെ ബെസ്റ്റ് എഡിറ്ററുള്ള നാഷണൽ അവാർഡ് കരസ്ഥമാക്കിയ ആളാണ്. അദ്ദേഹമാണ് ഗോളം മൂവി കൂടി എഡിറ്റ് ചെയ്തിരിക്കുന്നത്. സോ എഡിറ്റർ എന്ന നിലയിൽ താങ്കളുടെ എക്സ്പീരിയൻസ് നമ്മൾ ഇത്രയും പേര് താങ്ക് യു. എനിക്കൊന്ന് കഴിഞ്ഞ വർഷം 2024 ആദ്യം റിലീസ് ചെയ്ത സിനിമ ആട്ടമാണ് മലയാളത്തിൽ. ആ സിനിമയ്ക്ക് അങ്ങനെ ഒരു അംഗീകാരം കിട്ടി. അതിനുശേഷം എനിക്ക് ഞാൻ എഡിറ്റ് ചെയ്തിറങ്ങിയ സിനിമയായിരുന്നു ഗോളം. എന്നെ സംബന്ധിച്ച് നല്ലൊരു ടീം വർക്കായിരുന്നു ഗോളം. എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ടീമിൽ ഞാൻ മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഇന്ന് ബാക്കിയുള്ളവർക്കൊന്നും എത്തിച്ചേരാൻ തരില്ല. പക്ഷെ വളരെ നല്ലൊരു ടീം വർക്കായിരുന്നു. പിന്നെ ഈ ഗോളത്തിന്റെ എഡിറ്റിംഗ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ബാക്കി സിനിമകൾ പോലെയുള്ള ഒരു മേക്കിംഗ് സ്റ്റൈൽ അല്ലായിരുന്നു ഗോളത്തിന്റെ. ബാക്കി സിനിമകളിൽ ശരിക്കും പറഞ്ഞാൽ എഡിറ്റിംഗ് ടേബിളിൽ ഇതിൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബാക്കി സിനിമകൾ നമുക്ക് ഒരുപാട് റഷ് അല്ലെങ്കിൽ ചിലപ്പം ഒരുപാട് ടൈം ഷൂട്ട് ചെയ്ത സാധനത്തിൽ നിന്ന് നമ്മൾ ഭയങ്കര ഇരുന്ന് മിനിക്ക് ചില സിനിമ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും സംജാദിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈല് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. സംജാദ് ഡിസൈൻ ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമയ്ക്ക് വേണ്ട സാധനങ്ങൾ വളരെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് ആവശ്യമുള്ള ഷോട്ടുകൾ മാത്രം എടുത്ത് അത് വളരെ കൃത്യമായിട്ട് എഡിറ്റിംഗ് ടേബിളിലേക്ക് കൊണ്ടുവന്നിരുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സംജാദിനോട് വർക്ക് ചെയ്യാൻ പറ്റിയത്. എന്തായാലും തുടർന്നുള്ള പ്രൊജക്ടുകളിലും ഇനി തുടർന്ന് വർക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ്. താങ്ക് യു സോ മച്ച്. അടുത്ത ആ നിൽക്കുന്ന ഒരാള് നമ്മൾ ഓൾറെഡി സംജാദിനെ കുറിച്ച് പറഞ്ഞു. ഡയറക്ടറാണ്, ഗോളം മൂവിയുടെ ഡയറക്ടറാണ്. പക്ഷെ ഡയറക്ടർ പോലെ തന്നെ നമുക്കറിയാം ഒരു സിനിമ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം അതിന്റെ സ്ക്രിപ്റ്റ് ആണ്. അതിന്റെ എന്താണ് കഥ, റൈറ്റർ നമ്മുടെ പ്രവീൺ ചേട്ടൻ, പ്ലീസ് എങ്ങനെയാണ് ഈ ഒരു കഥ, എവിടെ നിന്നാണ് ആ ത്രെഡ്, എങ്ങനെയാണെന്ന് പറഞ്ഞത്? ഇവൻ ഐ എം വെരി ക്യൂരിയസ്. പ്ലീസ്. നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2024 എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വർഷമായിരുന്നു. 2024 പോലെ ഒരു വർഷത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നാളായി ഞാൻ സംജാദും കഷ്ടപ്പെട്ട് തുടങ്ങിയിട്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് ഒരു മൂവി ചെയ്യാൻ ഞങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് ആൻമാം ഫാമിനേച്ചർ എല്ലാവരും കൂടെ നിന്നു. രഞ്ജിത്ത് ഞങ്ങളുടെ ഹീറോ. ഗോളം സിനിമയുടെ സ്ക്രിപ്റ്റിലേക്ക് അതിൻ്റെ ഒരു സ്റ്റോറിയിലേക്ക് എത്തുന്നത് ഞങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനുണ്ടായിരുന്ന സിനിമയെ പറ്റിയായിരുന്നു, പുതിയ കഥകളെ പറ്റിയായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ വലിയ സബ്ജക്റ്റുകളെ പറ്റി സംസാരിക്കാറുണ്ട്. പിന്നെ ആദ്യം നമുക്കൊരു എൻട്രി ലെവൽ എന്നുള്ള രീതിയിൽ നമുക്ക് ആദ്യം നമ്മളതിന് പടത്തിന്റെ കണ്ടന്റുകൊണ്ടും ചെറുതായി പോരെന്നുള്ള രീതിയിൽ ആലോചിച്ച് ഞാൻ സംസാരോടെ മേക്ക് ചെയ്തെടുത്തൊരു കഥയാണ്. അതെല്ലാവരും പ്രേക്ഷകരെ സ്വീകരിച്ചു. നിങ്ങളെല്ലാവരും ഒരു ലൈക്കോ കമന്റോ പോലെ കൊണ്ടാണെങ്കിൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയണം. നിങ്ങൾ ആയിരുന്നു പടം എല്ലാവരിലേക്ക് എത്തിച്ചത്. പബ്ലിസിറ്റിയിലായിരുന്നു പടത്തിന് കൂടുതൽ പ്രചാരം കിട്ടിയത്. അപ്പൊ എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. 2025 നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. നേച്ചറിന് നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, ഹിറ്റുകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സിനടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ചോദിക്കാറുണ്ട് ഏറ്റവും നല്ല ത്രില്ലർ മൂവീസ് ഏതാ നിങ്ങൾക്ക് അറിയാം, ത്രില്ലർ മൂവീസ്. അപ്പൊ അങ്ങനെ ഞാൻ അവരുടെ സജഷൻ ഈ മൗത്ത് പബ്ലിസിറ്റി സാർ പറഞ്ഞപ്പോൾ അങ്ങനെ എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഗോളം മൂവി കാണുന്നത്. പക്ഷെ കൽബ് ഇതുപോലെ ഓൺലൈൻ മീഡിയാസിൽ ഇപ്പൊ ഫുൾ റീലും ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന കൽബിന്റെ സിംഗേഴ്സ് ആണ് അവിടെ രണ്ടുപേരും നിൽക്കുന്നത്. നമുക്ക് ഓൾറെഡി ഒരു പാട്ട് കേട്ടു. പിന്നെ ഇങ്ങനെയാണ് പാട്ടിലൂടെയാണോ പറയുന്നത്, അത് എക്സ്പീരിയൻസ് ആണോ?
ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സ്പെഷ്യലാണ് ഈ ഒരു മൂവി എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ ഇയറിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് കൂടിയാണ് ഈ ഒരു മൂവി. ഇതിലെ തൊട്ടിലുറങ്ങുമ്പോൾ എന്ന് പറഞ്ഞ ഒരുപാട് പേര് ഏറ്റെടുത്ത ഒരു സോങ് ഉണ്ട്. ആ ഒരു പാട്ട് പാടിയത് ഞാനാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം ഹാപ്പിനെസ് ആണ്. അപ്പോൾ അത് തന്നത് പ്രകാശനാണ്. അപ്പോൾ വലിയൊരു സന്തോഷമാണ്. കൽബിൻ്റെ ഓൺലൈൻ മീഡിയ മീറ്റപ്പിൽ വന്ന് നിൽക്കുമ്പോൾ വളരെ സന്തോഷമാണ്. എല്ലാവരും ഈ ഒരു സപ്പോർട്ട് ഇനിയും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. എനിക്ക് പറഞ്ഞതുപോലെ കൽബ് ഒരുപാട് സ്പെഷ്യലാണ്. കാരണം 2024 രണ്ട് പടങ്ങൾക്ക് വേണ്ടി പാടാൻ പറ്റി. അതിൽ ഫസ്റ്റ് റിലീസായത് കൽബാണ്, പ്രകാശ് ചേട്ടൻ എന്ന സോങ്ങാണ്. പടം റിലീസിന്റെ സമയത്ത് തന്നെ ഈ ഒരു സോങ് മഞ്ചത്തി ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയാസിലെല്ലാം വളരെ ട്രെൻഡിങ് ആയിരുന്നു. അപ്പം അത് ഭയങ്കര ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സ് ഫുൾ മ്യൂസിക്കലി പോകുന്നൊരു പടമാണ്. അപ്പം മറ്റു പടങ്ങൾ ചെയ്യുന്നതിന് വെച്ച് ഇത് വളരെ സ്പെഷ്യലാണ്. അത്രയും മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പടത്തിന്റെ ഭാഗമാകാൻ സാധിച്ചത്.